ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2-3 ദിവസത്തെ വീഡിയോ കേട്ടോ. ജീക്കുട്ടീൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിലെടുത്ത വീഡിയോ ആയിരുന്നേ. അങ്ങനെ അതാ ഏട്ടൻ ലീവൊക്കെ വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മളവിടെ ഉള്ള അടയ്ക്കാത്തൂരുള്ള സൂര്യ സിൽസിലാണ് ജീക്കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോയത്. ആദ്യം തന്നെ നമ്മൾ പോയപ്പം കണ്ട ഈ ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നമ്മൾ ഇറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെയുള്ള ഡേ നൈറ്റ് കഫേ പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ പോവാണ്. അങ്ങനെ ജയക്കുട്ടിക്കിനോട് ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. എന്നിട്ട് എങ്ങനെയോ പറഞ്ഞിട്ട് ക്യാമറയിലേക്ക് നോക്കിപ്പിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ബില്ലൊക്കെ കൊടുത്ത് അങ്ങനെ അന്ന് വീട്ടിൽ പോയി. പിറ്റേ ദിവസമാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയത്. ഫോട്ടോഷൂട്ടിന് പോയത് നമ്മുടെ തിക്കോടിയുള്ള അവിടെയുള്ള ബീച്ചിലാണ്. അങ്ങനെ നമുക്ക് ഫോട്ടോഗ്രാഫറൊക്കെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വഴി സെറ്റായി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ പോയിണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു പണ്ടത്തെ മോഡൽ ഹോട്ടലാണ് അത്. അവിടെ കയറി നമ്മൾ ചായയൊക്കെ കുടിച്ചു. ചീക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, ചപ്പാത്തി, പൂരി അങ്ങനത്തെ ഐറ്റംസാണ് ഒക്കെ ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞാൻ പൂരി വാങ്ങി. അതിൽ നിന്ന് കുറച്ചൊക്കെ അധികമൊന്നും തിന്നൂല, എന്നാലും 2-3 കഷ്ണമൊക്കെ തിന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതാണ് നമ്മുടെ ബീച്ച്. അപ്പോൾ ഇവിടെ വന്ന് അവർ വെയിറ്റ് ചെയ്ത് അതിൻ്റെ മറ്റേ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയതായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. പിന്നെ അവരെത്തി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 3-4 ഡ്രസ്സ് മാറ്റി ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 3-4 ഇത് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ അങ്ങോട്ട് ദേഷ്യം പിടിച്ച് പിന്നെ വെയിൽ വന്ന് അങ്ങനെ ഒരുവിധം എങ്ങനെയോ ഒപ്പിച്ച് ഒരു 2-3 ഡ്രസ്സിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവൾ കരഞ്ഞ് ഫുള്ള് സീനായി. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ നിർത്തി ഇങ്ങ് പോകുന്നു. പിന്നെ വെയിൽ വന്നപ്പോഴേക്ക് കുട്ടിക്ക് ക്ഷീണമായിപ്പോയി. അപ്പോൾ നമ്മൾ ഒഴിവാക്കി. അത്രയും അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മതി എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ നോക്കാൻ പോയി. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. പിന്നെ ഇത് രാത്രി 12 മണിക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ, അതായത് 3-ാം തീയതി മാർച്ച് 3 ജീക്കുട്ടീൻ്റെ ബർത്ത്ഡേ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അമ്പലത്തിലേക്ക് വന്നാണ്, തിരുമന അമ്പലത്തിലേക്ക് വന്നാണ് നമ്മൾ 3 കൂടി. ഇന്ന് നമുക്ക് അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ചിട്ടുള്ള ഫംഗ്ഷനൊന്നുമല്ല, കുറച്ച് അത്യാവശ്യം അടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ കുറേ ഇതാക്കിയിട്ടൊന്നും കഴിക്കേണ്ടെന്ന് നമ്മൾ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുത് ഇത് ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴുള്ള ആക്ടിങ്ങാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം. ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. ഏച്ചി എല്ലാവരും കൂടി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം. പിന്നെ നമ്മൾ പാൽപ്പായസമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ നമുക്കന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞിപ്പത്തലായിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പത്തലും പായസവും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങാൻ വന്ന് ചിക്കനൊക്കെ വാങ്ങി. നമ്മൾ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്. ബിരിയാണി പിന്നെന്താ ഐസ്ക്രീം, ജ്യൂസ് കാര്യങ്ങളൊക്കെ. അങ്ങനെ വീട്ടിലെത്തി. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക്, നിങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് പറയണേ. നമ്മളിങ്ങനെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു, ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ അങ്ങനെയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ബർത്ത്ഡേൻ്റെ അന്ന് നമ്മളിങ്ങനെ ചോറ് വിളക്കൊക്കെ കത്തിച്ചിട്ട് കുട്ടിക്ക് ആദ്യം ചോറ് കൊടുക്കും. അങ്ങനെ അവളോടൊന്ന് വാരി കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ട ചോറ്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ ഡെക്കറേഷൻ പരിപാടികളാണിത്. ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധനങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങി. ഹാപ്പി ബർത്ത്ഡേൻ്റെ സാധനം എൻ്റെ ബർത്ത്ഡേൻ്റെ കേട്ടോ, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചു. ഇനി നമ്മളെല്ലാ ബർത്ത്ഡേക്കും അത് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുക. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളെ മാലാക കുട്ടിയാണിത്. നല്ല രസമല്ലേ വൈറ്റ് ഡ്രസ്സ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മറ്റേ ഡ്രസ്സ് എവിടെ പോയിരുന്നു. നമ്മൾ മറ്റേ ഡ്രസ്സല്ല ഇടിപ്പിച്ചത്, ഈ വൈറ്റ് ഏച്ചി വാങ്ങിയിട്ടുള്ള ഈ വൈറ്റ് ഡ്രസ്സാണ് ഇടിപ്പിച്ചത്. കാരണം മറ്റേ ഡ്രസ്സ് പിന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റില്ല, കാരണം അത്യാവശ്യം നല്ല ചൂടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളത് മാറ്റി വാങ്ങി. ഒക്കെ വേറെ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി അത് മാറ്റിയിട്ട് ഏച്ചി കൊണ്ടുവന്ന് ഈ ഡ്രസ്സാണ്. നല്ല രസമല്ലേ ഈ ഡ്രസ്സ് കാണാൻ. ഈ ഡ്രസ്സാണ് നമ്മൾ ജെക്കുട്ടിനെ ഇടിയിപ്പിച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ കുറേ ആൾക്കാരെ കാണുമ്പം ഭയങ്കര പ്രശ്നമാണ്. ഒക്കെ ഇങ്ങനെ ചൂടെടുക്കും. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് ആൾ നല്ല കരച്ചിലായിരുന്നു. കരച്ചിലും അല്ല, പിന്നെ ഈ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ അതൊക്കെ പിടിച്ച് വലിക്കണം. അങ്ങനെ എന്തെല്ലോ ഒരു കളിയായിരുന്നു. എന്നിട്ടെന്താ കേക്ക് കൊടുക്കാൻ നോക്കിയിട്ട് ഒക്കെ കേക്കും വേണ്ട. അല്ലെങ്കിൽ ഒക്കെ ഈ മധുരമുള്ള സാധനങ്ങൾ കുറച്ചൊന്ന് കൊടുത്താൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഒക്കെ ഇപ്രാവശ്യം കേക്ക് കൊടുത്തിട്ട് കേക്ക് വേണ്ട. അവൾ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. ഫുള്ള് ആ ഡെക്കറേഷൻ സംഭവങ്ങളായിരുന്നു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത്.
അങ്ങനെ ഞങ്ങൾ എങ്ങനെയല്ലോ കുറച്ച് ഒരു ചടങ്ങാണല്ലോ കേക്ക് മുറിച്ചിട്ട് കുറച്ചെങ്കിലും വായ കൊടുക്കണ്ടേ, അങ്ങനെ ഒരുവിധം എങ്ങനെയല്ലോ ആർക്കും കൊടുക്കാനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ തന്നെ കൊടുത്തിട്ട് ഒക്കെ വേണ്ട, ഓള് തിരിഞ്ഞ് കരഞ്ഞു കഴിഞ്ഞ്. പിന്നെ എല്ലാവരും കൊടുക്കാൻ നോക്കിയിട്ട് ഒക്കെ വേണ്ട. അങ്ങനെ നമ്മൾ ആ പരിപാടി അവിടെ നിർത്തി. മരിയയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഓള് സമ്മതിച്ചില്ല. ഓക്ക് ഇങ്ങനെ ചൂടെടുക്കും, രാത്രിയല്ലേ പരിപാടി, ചൂടും കുറേ ആൾക്കാർ ഇങ്ങനെ എല്ലാം കൂടി കണ്ടപ്പോൾ ഓക്ക് ഭയങ്കര ഇതായിപ്പോയി. അങ്ങനെതാ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറേ ആൾക്കാരെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. വീടിൻ്റെ അടുത്തുള്ളവർ, എൻ്റെ വീട്ടിൽ നിന്ന്, പിന്നെ ഏട്ടൻ്റെ അടുത്ത കസിൻസ്, പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ അത്രേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ഫുഡൊക്കെ സെർവ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. കണ്ടോ, ഇവിടെ ആര് കൊടുത്താലും നമുക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ കുറച്ചെന്തോ ഒന്ന് വായിലാക്കി. പിന്നെ ഒക്കെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ഇടാവേ. കാറ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഗോൾഡ്, അങ്ങനെ പിന്നെ കുറേ ഡ്രസ്സുകൾ, ചെരുപ്പ്, കുറേ ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഇതെല്ലാം കഴിഞ്ഞ് ഈ സമയത്തൊക്കെ പിന്നെ കരയാൻ തുടങ്ങി നോക്ക് ചൂടെടുത്തിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നല്ല എൻജോയ്മെൻറ്റ്, എന്താ പറയുക, നല്ല രസമായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടി ഉള്ളപ്പം. അത് നല്ലോണം എല്ലാവരും എൻജോയ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫംഗ്ഷൻ വെച്ചേ. അപ്പോൾ ജീക്കുട്ടിൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.